എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം, ഈ വീഡിയോയിലെ വിഷയം, വേഴത്തിന്റെ രാശിമാറ്റം മൂലം ശനിദോഷം തീരുന്ന നക്ഷത്രക്കാർ. അപ്പൊ ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരുടെ ശനിദോഷം തീരുന്ന ഒരു സമയത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ വേഴം രാശി മാറി. വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണ് വേഴം വന്ന് നിൽക്കുന്നത്. മിഥുനൻ രാശിയിലായിരുന്ന വേഴം ജൂൺ 2-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വന്നു. അപ്പൊ വേഴത്തിന്റെ ഉച്ചരാശിയിലേക്കാണ് വേഴം വന്ന് ചേർന്നിരിക്കുന്നത്. ഈ കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ വേഴത്തിന് ചില പ്രത്യേക ദൃഷ്ടികളുണ്ട്. സാമാന്യമായിട്ട് 7-ാം ഭാവത്തിലേക്കാണ് എല്ലാ ഗ്രഹങ്ങളുടെയും ദൃഷ്ടി. എന്നാൽ വേഴത്തിന് 1, 5, 9 വിശേഷ ദൃഷ്ടിയുണ്ട്. അതായത് 1-ാം ഭാവത്തിലേക്കും 5-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും വേഴത്തിന് വിശേഷ ദൃഷ്ടിയുണ്ട്. അപ്പൊ ഗുരുദൃഷ്ടി, അത് വേഴം എന്ന് പറഞ്ഞ ഗുരു എന്നാണ്. അപ്പൊ ഗുരുദൃഷ്ടി കൊടും ദോഷങ്ങളെ പോലും ഇല്ലാതാക്കും എന്ന് പറയും. അതായത് ജ്യോതിഷത്തില് അങ്ങനെ പറയാം. കാരണം വേഴം ദൃഷ്ടി ചെയ്യുന്ന സ്ഥലമെല്ലാം ശുദ്ധീകരിക്കും. വേഴം ഒരു പാപഗ്രഹത്തിനെ നോക്കിയാൽ ആ പാപഗ്രഹത്തിന്റെ പാപത്വം ആ ജാതകന് കുറയും. അതാണ് സത്യം. അപ്പൊ ഗുരുദൃഷ്ടി കൊണ്ട് ദോഷങ്ങളെ പോലും, കടും ദോഷങ്ങളെ പോലും ഇല്ലാതാക്കാൻ വേഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് കഴിയും. അപ്പൊ വേഴം 9-ാം ദൃഷ്ടി കൊണ്ട് മീനത്തിൽ നിൽക്കുന്ന ശനിയിലേക്ക് നോക്കുന്നു. വേഴം തന്റെ വിശേഷപരമായ 9-ാം ദൃഷ്ടി കൊണ്ട് മീനൻ രാശിയിൽ നിൽക്കുന്ന, ഇപ്പോൾ മീനൻ രാശിയിലേക്ക് നിൽക്കുന്ന ശനിയിലേക്ക് നോക്കുന്നു. അപ്പൊ ആ ശനി ഇപ്പൊ പിടിപെട്ടിട്ടുള്ള ഒരുപാട് നക്ഷത്രക്കാരുണ്ട്. അവരുടെ എല്ലാം ശനിദോഷം തീരുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പൊ ദേവഗുരുവായ ഗ്രഹസ്പതി, അതായത് വേഴം തന്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥലമെല്ലാം ശുദ്ധമാക്കുന്നതാണ്. അതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പൊ നിലവിലെ സ്ഥിതി അനുസരിച്ച് ശനിദോഷമുള്ളവര്, അതായത് 7-ര ശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി, ഇനി ഇതുകൂടാതെ ജാതകത്തില് ശനി വേറെയുമുണ്ട്. ഇവരുടെ എല്ലാം ശനിദോഷത്തിന് ശമനം കിട്ടുന്ന, അല്ലെങ്കിൽ ശനി ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഈ വേഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഈ 7-ര ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്? 7-ര ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാര് കുംഭക്കൂറിലുള്ള നക്ഷത്രക്കാര്, മീനക്കൂറിലുള്ള നക്ഷത്രക്കാര്, മേടക്കൂറിലുള്ള നക്ഷത്രക്കാര്. ഈ 3 കൂറ്, അതായത് 3 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഇപ്പൊ 7-ര ശനിയാണ്. അത് കുംഭൻ രാശിയും മീനൻ രാശിയും മേടൻ രാശിയും. അപ്പോ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഇപ്പോൾ 7-ര ശനി സമയമാണ്. 7-ര ശനി തീരാൻ പോകുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോ. പിന്നെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിച്ച് ഇപ്പൊ 4 വർഷമായി 7-ര ശനിയാണ്. ഇനി 3.5 വർഷവും കൂടി ഇവർക്ക് 7-ര ശനിയുള്ള സമയമാണ്. അതുകൂടാതെ മേടക്കൂറുകാരെ സംബന്ധിച്ച്, മേടക്കൂറിൽ വരുന്ന നക്ഷത്രം എന്താണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ ഈ 3 കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ 7-ര ശനിയുടെ സമയമാണ്. ആ ശനിക്കാണ് ഇപ്പൊ ശമനം ഉണ്ടാകാൻ പോകുന്നത് വേഴത്തിന്റെ വിശേഷ ദൃഷ്ടി കൊണ്ട്. ഇനി അത് കൂടാതെ 7-ര ശനി കൂടാതെ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട്, ഇല്ലേ? അതാരൊക്കെയാണ്? ധനുക്കൂർ,
ധനിക്കൂറിലെ നക്ഷത്രക്കാര്. അപ്പൊ ധനിക്കൂറിലെ നക്ഷത്രം ഏതാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. അത് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ 4ലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. അപ്പൊ 4 കണ്ടകസ്ഥാനമാണ്, ഇവർക്ക് കണ്ടക ശനിയാണ്. അത് കൂടാതെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ 7ലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. അപ്പൊ 4, 7, 10 കണ്ടകസ്ഥാനമാണ്. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ കണ്ടകസ്ഥാനം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പൊ കണ്ടക ശനി സമയം. ഇനി മിഥുനക്കൂറുകാർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രം ഏതാണ്? മകീരമര, തിരുവാതിര, പുണർദം, മുക്കാല്. ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പൊ 10ലാണ് ശനി. 10 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 4, 7, 10 കണ്ടകസ്ഥാനം. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ അതിന് കണ്ടക ശനി തന്നെയാണ് പറയുന്നത്. അപ്പൊ കണ്ടക ശനി അനുഭവിക്കുന്ന ആ നക്ഷത്രക്കാരും കൂറുകാരും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ്. അതായത് ധനിക്കൂറ്, കന്നിക്കൂറ്, മിഥുനക്കൂറ്, ഈ 3 കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പൊ കണ്ടക ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ 1.5 വർഷമായി കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് 1 വർഷവും കൂടി കണ്ടകശനി ഉണ്ട്. എന്നാൽ അവരുടെ ശനിദോഷമാണ് ഇപ്പോൾ വേഴത്തിന്റെ ഈ വിശേഷ ദൃഷ്ടി കൊണ്ട് ആ ശനിയുടെ ദോഷത്തിൽ നിന്നും ഇവർക്ക് മുക്തി നേടാൻ പോകുന്നത്. ഇനി അതുകൂടാതെ അഷ്ടമശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. അതാരൊക്കെയാണ്? ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാലി. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അത് മകം, പൂരം, ഉത്രം, കാലാണ്. ഈ ചിങ്ങക്കൂറിന്റെ അഷ്ടമത്തിലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. അതായത് മീനൻ രാശിയിൽ. അപ്പൊ മീനൻ രാശി എന്ന് പറഞ്ഞാൽ അഷ്ടമാണ്. അപ്പൊ അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ അതിനെ അഷ്ടമശനി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാലി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചും അവരുടെ ശനിദോഷം തീരുന്നതാണ്. അപ്പോ ഈ അഷ്ടമശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ഏഴര ശനിയാണെങ്കിലും ഇനി അഥവാ ജാതകത്തിലെ ശനിയാണെങ്കിലും, ജാതകത്തിലെ ശനി 19 വർഷമാണ്. ഏത് ശനിയാണെങ്കിലും ശനിയെല്ലാം ഒരേപോലെ തന്നെയാണ്. ഫലദാനം ഒരുപോലെയൊക്കെ തന്നെയാണ് ശനി. അല്ലാണ്ട് കണ്ടകശനിയാണെങ്കിൽ കുറച്ച് തരുള്ളൂ ദോഷം, അല്ലെങ്കിൽ ജന്മശനിയാണെങ്കിൽ കുറച്ചാ തരുള്ളൂ, കണ്ടകശനിയാണെങ്കിൽ കുറച്ചാ തരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ശനി ഒരുപോലെ തന്നെ തരും കാര്യങ്ങൾ. പിന്നെ അളവിത്തിരി കുറയുന്നു മാത്രം. ചിലവർക്ക് 2.5 കൊല്ലം, ചിലവർക്ക് 7.5 കൊല്ലം, അങ്ങനെയാണ്. പിന്നെ ജാതകത്തിൽ ശനിയാണെങ്കിൽ 19 കൊല്ലം. അപ്പൊ ഈ ശനി മൂലം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശനി മൂലം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം? അനാവശ്യമായ ഭയമാണ് ഇവർക്ക് കൂടുതലുണ്ടാവുന്നത്. അനാവശ്യമായി ഇവര് കൂടുതലും ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും പലരും. അപ്പൊ അവരെ സംബന്ധിച്ച് ഭയം പ്രത്യേകിച്ച് ഒരു കാരണമായി മാറും. എപ്പോഴും എന്തെങ്കിലും വിധത്തിലുള്ള ഭയം ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ശനി മൂലം ഉണ്ടാകുന്നത്. അതുകൂടാതെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയം. തൊഴിൽപരമായി പല തടസ്സങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഇത് കൂടാതെ ദാമ്പത്യപരമായ ചില കലഹങ്ങൾ ഉണ്ടാകുന്ന സമയം. കാരണം 7 ശനി നിൽക്കുമ്പോൾ സാമ്പത്തിക കലഹങ്ങൾ ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാം 7 ശനി. അതുകൂടാതെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകും. ഈ ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാതെയും, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല, അത് മുടങ്ങി തന്നെ കിടക്കുകയും ചെയ്യും. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ശനിയുടെ ദോഷം ഇതിനെല്ലാം പരിഹാരമാകും. അപ്പൊ മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ശനിയുടെ ദോഷം കാരണം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ അവിടെ മുടങ്ങി തന്നെയാണ് കിടക്കുന്നത്.
അതിന് ഒരു ഉയർച്ചയില്ല. പക്ഷെ ശനിയുടെ ഈ ദോഷം മാറുന്നതിന്റെ പേരിൽ ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വരെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസരം വരും. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞു, ആരോഗ്യപരമായ പ്രശ്നങ്ങളിലും ഇവർക്ക് ശമനം ഉണ്ടാകുന്ന സമയം വരും. മീനത്തിൽ നിൽക്കുന്ന ശനിയെ വേഴം വിശേഷമായ 9ാം ദൃഷ്ടിയാൽ നോക്കുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ അകന്നു പോകുന്നതാണ് ഇവരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ചില വ്യത്യാസങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരും അവരുടെ ജാതകത്തിലെ ഗ്രഹനില നോക്കണം. കാരണം അവർക്ക് കേടരശനിയാണ്, കണ്ടകശനിയാണ്, ജന്മശനിയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇതിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.